ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ കർമാചാര്യനാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം സനാതന ധർമ്മത്തിലെ വിശ്വകർമ്മ സനാതന ധർമ്മത്തിലെ സംഖ്യാ സമ്പ്രദായത്തെ കുറിച്ചുള്ളതാണ്. സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ഏതൊരു സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉപയുക്തതയ്ക്ക് ഒരു സംഖ്യാശ്രേണിയും അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ വിശ്വബ്രഹ്മ സമൂഹമഠം കണ്ടെത്തിയതും വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ ഗവേഷണത്തിലൂടെ തെളിഞ്ഞതുമായിട്ടുള്ള ബ്രഹ്മവാസ്തുവിൽ അല്ലെങ്കിൽ ബ്രഹ്മ ചിന്തയിൽ ഉപാസനയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള സംഖ്യാ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഖ്യാ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. സംഖ്യാസമ്പ്രദായത്തിൻ്റെ കുറച്ചു ഭാഗമാണ് ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 എന്ന സംഖ്യ നമുക്കറിയാം, ലോക സംസ്കാരങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും 1 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിക്കുന്നുണ്ട്. വിശ്വബ്രഹ്മ സമൂഹ മഠത്തെ സംബന്ധിച്ചിടത്തോളം 1 എന്ന സംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുവാനാണ്. ബ്രഹ്മം, അതായത് മാറ്റമില്ലാത്തതാണ് ബ്രഹ്മം എന്ന് നാം മനസ്സിലാക്കണം. ബ്രഹ്മത്തിന് മാറ്റമില്ല, ബ്രഹ്മത്തിന് സ്വരൂപമില്ല, ബ്രഹ്മത്തിന് കണ്ണുകളില്ല, കാതുകളില്ല, പഞ്ചേന്ദ്രിയങ്ങളില്ല, മറ്റ് സ്വരൂപങ്ങളും ഒന്നുമില്ലാത്ത നിരന്തരനും നിരാമയനുമായിരിക്കുന്ന ഒരു സ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എല്ലാത്തിലുമുള്ളതും ഒന്നിനുമില്ലാത്തതായിട്ടില്ലാത്തതുമാണ് ബ്രഹ്മം എന്നുള്ളത്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് സർവ്വതിലും അടങ്ങിയിരിക്കുന്ന സംഖ്യാ ശ്രേണിയിലെ ആദ്യത്തെ സംഖ്യയാണ് 1 എന്നുള്ളത്. അപ്പം 1 എന്ന സംഖ്യ നാം ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന ക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ തുക നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അത് മാറ്റമില്ലാതെ തുടരും എന്നുള്ളതാണ്. അപ്പോൾ മാറ്റമില്ലാതെ തുടരുക, അത് സ്ഥായിയായി നിലനിൽക്കുക, അത് പ്രപഞ്ച സത്യമായിരിക്കും. ഉദാഹരണത്തിന് ഭൂമി ചാക്രികപരമായി തിരിയുന്നു, ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ചുറ്റുന്നു എന്നൊക്കെ ഉള്ളത് ബ്രഹ്മമാണ്, അത് സത്യമാണ്, അല്ലേ? സൂര്യൻ നമുക്ക് ഊർജം തരുന്നു, അത് സത്യമാണ്. ഭൂമിയുടെ കാന്തിക ദിശ എന്ന് പറയുന്നത് കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നുള്ളതും സത്യമാണ്. അപ്പം ഇത്തരത്തിൽ സദാ സത്യങ്ങളെ മാത്രം ലാക്കാക്കി, അല്ലെങ്കിൽ അത് മാത്രം പറയുന്ന ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് 1 എന്ന് പറയുന്ന സംഖ്യ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനി 2 എന്ന് പറയുന്ന സംഖ്യ പരിണാമത്തെ സൂചിപ്പിക്കുന്നു. പരിണാമം എന്ന് പറയുന്നത് എന്താണ്? മാറ്റമാണ്. 2 എന്ന് പറയുന്ന സംഖ്യ പരിണാമത്തെയാണ് സൂചിപ്പിക്കുക. എന്താണ് പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാറ്റമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെ 5ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ ഉള്ളൊരു ഫോട്ടോ നമുക്ക് 60 വയസ്സുള്ളപ്പോഴോ അല്ലെങ്കിൽ 40 വയസ്സുള്ളപ്പോഴോ നമുക്ക് അതിനോട് അതാണ് എന്ന് നമ്മൾ പറയും, നമ്മുടെ ഫോട്ടോ തന്നെയാണ്. പക്ഷെ നമുക്ക് പരിണാമമുണ്ടായി, മാറ്റമുണ്ടായി. പക്ഷെ നമ്മുടെ അസ്തിത്വം മാറുന്നുണ്ടോ? മാറുന്നില്ല. അപ്പം അസ്തിത്വം മാറാതെയുള്ള ഭൗതികപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് 2 എന്ന് പറയുന്ന സംഖ്യ. അപ്പം അസ്തിത്വം മാറാതെയുള്ള ഭൗതികപരമായ മാറ്റമാണ് 2 എന്ന് പറയുന്ന സംഖ്യ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റളവുകളൊക്കെ നമ്മൾ 2 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് അധികപക്ഷവും ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ആ 2 എന്ന് പറയുന്ന വിരൽ കൊണ്ട് നമ്മുടെ ക്ഷേത്രാങ്കണം, അതുപോലെ തന്നെ നമ്മുടെ അങ്കണങ്ങൾ ഒക്കെ തന്നെ, ഗൃഹാങ്കണങ്ങൾ ഒക്കെ തന്നെ നമ്മൾ 2 എന്ന് പറയുന്ന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 2 എന്ന് പറയുന്നത്? അപ്പം അസ്തിത്വം മാറാതെ
ആധുനികപരമായ മാറ്റങ്ങൾ, പ്രകൃതി കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നിർമ്മിക്കപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ദ്രിയ സ്വഭാവങ്ങളെ തന്നെ എടുത്തു നോക്കാം. നമ്മുടെ ഇന്ദ്രിയ സ്വഭാവങ്ങളിൽ നമുക്ക് പരിണാമത്തെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് 2 കണ്ണുകൾ അല്ലേ? പരിണാമത്തെ കാണിക്കുവാൻ 2 നാസാദ്വാരങ്ങൾ നമുക്ക്, 2 ചെവിടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 3 ഇന്ദ്രിയങ്ങൾ നമുക്ക് സ്വഭാവമുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി സർവ്വ സ്വഭാവമുള്ളതാണ് ത്വക്ക് എന്ന് പറയുന്ന സ്വഭാവം. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും നല്ലതിനെ സ്വീകരിക്കാൻ വേണ്ടി ത്വക്ക് ഉപയോഗിക്കുന്നു. അപ്പം 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പരിണാമത്തെ അല്ലെങ്കിൽ സാർവത്രികമായ അസ്തിത്വത്തോട് നിലനിൽക്കുന്നതും എന്നാൽ പരിണാമത്തെ ഉപയുക്തതാപൂർവം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത ഉള്ളതാണ് 2 എന്ന് പറയുന്ന സംഖ്യ. എല്ലാവർക്കും ഈ ഒരു വിഷയം മനസ്സിലായി എന്ന് കരുതുന്നു. വിശ്വകർമ്മ വാസ്തു സനാതന ധർമ്മത്തിലുള്ള സംഖ്യാസമ്പ്രദായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ അന്വേഷിച്ച് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ 1 എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്, 2 എന്ന് പറയുന്നത് പരിണാമമാണ്, അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള മാറ്റത്തിനെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് സംഖ്യാസമ്പ്രദായത്തിൻ്റെ അടുത്ത ഒരു ഭാഗവുമായിട്ട് അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.